തളരല്ലേ ഉമ്മ, തളരല്ലേ ഉമ്മ, തമ്പുരാനില്ലേ നമുക്കിന്നു താങ്ങായി. കവിത വായിക്കുമ്പോ എന്റെ കുട്ടിന്റെ മനസ്സ് ചിരിക്കണ ഉള്ളില്. കാരണം ഉമ്മന്റെ കവിത വായിക്കുമ്പോ. അനീക ജനിച്ചതിന് ശേഷം മുതലാണ് കവിത എഴുതി തുടങ്ങിയത്. കൂടുതൽ അറിയപ്പെടാൻ കാരണം കൊണ്ടോട്ടി അഷ്റഫ്ക്കാണ്. വീട്ടിൽ വന്ന സാഹചര്യത്തില് മകള് 95% ഭിന്നശേഷിക്കാരി എല്ലാ പാട്ടുകൾക്കും താളം പിടിക്കുന്ന രംഗം കണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പം അവളെ പാട്ട് പാടുന്ന സ്പീക്കർ അവള് കാലുകൊണ്ട് തുറക്കും, കൈകൊണ്ട് തുറക്കും, സൗണ്ട് കൂട്ടും, അതിനുള്ള താളം പിടിക്കും. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ് അത്. അവര് സമൂഹത്തിൽ ഇറങ്ങി ചെല്ലേണ്ടവരാണ്. അവരെ വീട്ടിന്റെ ഉള്ളില് അടച്ചിടുന്നൊരു പ്രകൃതാണ് നമ്മൾ കാണപ്പെടുന്നത്. നമ്മളെ രക്ഷിതാക്കൾക്ക് ഭയങ്കര സങ്കടമാണ് കുട്ടികളെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ. പക്ഷെ ഈ ഉമ്മക്ക് ഒരു സങ്കടവും ഇല്ല, പുറം ലോകം അറിയണം എന്നുള്ളത്. നിമിഷം അവൾ ഉണ്ടാവണം എന്ന് ഞാൻ ഈ ഉമ്മ ആഗ്രഹിക്കാണ്. ഇവിടെ വന്നപ്പോ ഷാർജ പുസ്തകോത്സവത്തിൽ 3 ഭാഷ പങ്കെടുക്കണം എന്നുള്ളത്. ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്താവോ? 95% വൈകല്യമുള്ള അനീക്ക എന്ന കുട്ടിന്റെ മാതാവാണ്. അതിനുശേഷം അവളെ പരിചരിക്കുന്ന വേളയിൽ ചെറിയ ചെറിയ കവിതകൾ എഴുതി 101 കവിതാ സമാഹാരം പുറത്തിറക്കി. അത് ഇന്ന് 2 ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും. അറബി ചെയ്തത് പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിലെ ഡോക്ടർ CK മുഹമ്മദ് ബഷീർ. ഇംഗ്ലീഷ് ബേപ്പൂർ GHS ഹൈസ്കൂളിലെ പ്രിയങ്ക ദാസുമാണ്. ഈ അവസരത്തിൽ ഇന്റർനാഷണൽ ഷാർജ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ 1 മുതൽ 4 വരെ ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് എപ്പോഴും സഹവാസമുണ്ട് അല്ലെ? കുറെ കാലമായിട്ട് സഹവാസം ഉണ്ടായിരുന്നു. അവിടുന്നാണ് എപ്പോഴും മുതലാണ് ടീച്ചർ കവിത എഴുതി തുടങ്ങി? മകൾ ജനിച്ചതിന് ശേഷം. അനീക ജനിച്ചതിന് ശേഷം മുതലാണ് കവിത എഴുതി തുടങ്ങിയത്. നല്ല മഴയുള്ള ദിവസം, മഴ വീണ കാലം അവളെ മടിയിലിരുത്തി 7 വയസ്സുള്ളപ്പോൾ 16 വരി എഴുതി. അതിലൂടെയാണ് കവിതയിലേക്കുള്ള പ്രവേശനം. ഇവൾക്ക് ഇംപ്രൂവ്മെന്റ് 10 വയസ്സിന് ശേഷമാണ് ചലനം പോലും ഉണ്ടായത്. ആ സമയത്താണ് ഈ കവിത ഞാൻ പുറത്തേക്ക് വിടുന്നത്. 16 വരി അതുവരെ ഒളിപ്പിച്ചു വെക്കുകയാണ്. കാരണം അവളെ ഇംപ്രൂവ്മെന്റ് കണ്ടിട്ട് വിടാന്നുള്ള നിലക്ക്. അതിലൂടെ കിട്ടിയ പ്രോത്സാഹനമാണ് 101 കവിതയിലേക്ക് എന്നെ ആകർഷിച്ചത്. വർണ്ണശലഭങ്ങൾ അല്ലേ? ഞാൻ തന്നെയാണ് ഈ വർണ്ണശലഭങ്ങൾ പേരിട്ടത്. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഈ പുസ്തകം ഇറക്കാൻ വേണ്ടി നിന്നപ്പോ ഇതിന് പേര് വരണം. അതിന് ഞാൻ എഴുത്തുകാരെ സമീപിച്ചപ്പോൾ പറഞ്ഞത്, എഴുതിയത് നജീബാണ്, ചിത്രം വരച്ചത് മകളാണ്, അപ്പൊ നിങ്ങളാണ് അതിന് പേരിടേണ്ടത്, ഫസ്റ്റ് ചാൻസ് നിങ്ങൾക്കാണ്. അപ്പൊ അതാണ് ഞാൻ തന്നെയാണ് വർണ്ണശലഭങ്ങൾ പേരിട്ടത്. ഇതിലേക്ക് വരാൻ കാരണം, ഇത് കൂടുതൽ അറിയപ്പെടാൻ കാരണം കൊണ്ടോട്ടി അഷ്റഫ്ക്കാണ്. വീട്ടിൽ വന്ന സാഹചര്യത്തില് മകള് 95% ഭിന്നശേഷിക്കാരി എല്ലാ പാട്ടുകൾക്കും താളം പിടിക്കുന്ന രംഗം കണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അതിനുശേഷം ഇന്റർവ്യൂയിലൂടെയാണ് അമീകാസിലെ സർഗവൈഭവങ്ങൾ എന്ന പത്രം ഇറങ്ങുന്നത്. ആ പത്രത്തിലൂടെയാണ് ലോകം മുഴുവൻ ഞങ്ങളുടെ വാർത്ത അറിയുന്നത്. അതാണ് കൂടുതൽ പ്രോത്സാഹനം. അഷ്റഫ്ഖാന്റെ പ്രോത്സാഹനത്തിലൂടെയാണ് ഞാൻ വളർന്നത്. ഒരു കവിതാ സമാഹാരം ഇറക്കണം, പുസ്തകം എഴുതണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത എനിക്ക് വരാൻ കാരണം അഷ്റഫ് വീട്ടിൽ വന്നപ്പോഴാണ്. ചുരുങ്ങിയ സമയം ഞാൻ പുസ്തകം നോക്കിയുള്ളൂ. പക്ഷെ ഓരോ ഇതും നമ്മൾ ഈ ബാലസാഹിത്യം എന്നൊക്കെ പറയാം, കുട്ടികൾക്ക് കവിതയാണ്. ഈ കവിത വായിക്കുമ്പോ എന്റെ കുട്ടിന്റെ മനസ്സ് ചിരിക്കണ ഉള്ളില്. കാരണം ഉമ്മന്റെ കവിത വായിക്കുമ്പോ അവൾക്ക് ഒന്നും അറിയില്ല, ഉമ്മ എഴുതിയ കവിതയാണ്. പക്ഷെ ഇന്നിപ്പോ 1500-ലധികം പുസ്തകങ്ങൾ വിറ്റഴിച്ചാണ്. അപ്പൊ ആ കുട്ടികളൊക്കെ ഇത് ചെല്ലുമ്പോഴും അവരത് കവിതകൾ വായിക്കുമ്പോഴൊക്കെ എന്റെ കുട്ടിയുടെ മനസ്സാണ് സന്തോഷിക്കുന്നത്. അനീകയാണ് വർണ്ണശലഭം. കവിതകളൊക്കെ ചൊല്ലിക്കൊടുക്കാറുണ്ട് മോൾക്ക്? ഞാൻ എന്റെ മകളെ പറ്റി, ഞാൻ പൊന്നോമനയുടെ മൗന നൊമ്പരങ്ങൾ മകളെ കുറിച്ച് ചെയ്ത് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള സംഭാഷണമാണ് അത്. അതുപോലെ കുറച്ച് വരികൾ പറയാമോ? എന്റെ മകളെ കുറിച്ചുള്ള കവിതകളാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടത്. ഞാനും മകളും തമ്മിലുള്ള സംഭാഷണമാണ്. തളരല്ലേ ഉമ്മ, തളരല്ലേ ഉമ്മ, തമ്പുരാനില്ലേ നമുക്കിന്നു താങ്ങായി. എന്താണ് മകള് തളം പിടിക്കുന്നു പറഞ്ഞില്ല? അപ്പൊ കവിതകളൊക്കെ പാടുമ്പോ മകള് ചലനം ഇല്ലാത്തൊരു കുട്ടിയാണ്. നിരന്തരം പരിശ്രമത്തിലൂടെ ഏകദേശം 1 വർഷത്തിലെ
അധികം നിരന്തരം പാട്ടുകൾ വെച്ചുകൊണ്ട് മകളുടെ കൈകൾക്ക് ചലനം ഉണ്ടാക്കി. അങ്ങനെയാണ് അതിലൂടെ ഇപ്പൊ എല്ലാ ഭാഷയിലെ പാട്ട് കേട്ടാലും മകള് കൈകൾ ചലിപ്പിക്കും. അത് വലിയൊരു അനുഭവമാണ് ഈ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു രക്ഷിതാവ് കഴിവ് കണ്ടെത്തുക, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്റെ മൂത്ത മകള് ചിത്രകാരിയാണ്, ഞാൻ എഴുത്തുകാരിയാണ്. അപ്പൊ എന്റെ മറ്റേ മകൾക്ക് ഒരു കഴിവുണ്ടെന്ന് ഉമ്മ മനസ്സിലാക്കി നിരന്തരം പരിശ്രമിച്ച് അതിൽ വിജയം കണ്ട്. ഇപ്പം അവളെ പാട്ട് പാടുന്ന സ്പീക്കർ അവള് കാലുകൊണ്ട് തുറക്കും, കൈകൊണ്ട് തുറക്കും, സൗണ്ട് കൂട്ടും, അതിനുള്ള താളം പിടിക്കും. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ് അത്. നിങ്ങളുടെ ഈ കവിതയും ഈ ഒരു എനർജി ഉണ്ട്. ഞാൻ നിങ്ങളെ കണ്ടത് മുതൽ ഞാൻ മനസ്സിലാക്കി നോക്കുമ്പോഴും അവിടെ നിന്ന് കാണുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജി തന്നെയാണ് മകളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. മകള് കാരണമാണ് ഇന്ന് ഈ മേഖലയിൽ എത്താൻ കാരണം മകളാണ്. അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം അധ്യാപികയായിട്ട് ഇങ്ങനെ വളരുള്ളൂ, ഒരു സ്കൂൾ അധ്യാപിക, സാധാരണ സ്കൂൾ അധ്യാപിക ആയിട്ട്. പക്ഷെ ഇവള് ജനിച്ചതിന് ശേഷം പല മേഖലകൾ കീഴടക്കാൻ സാധിച്ചു. എഴുത്തിന്റെ മേഖലയില്, പ്രാസംഗിക, പിന്നെ പാട്ട് പാടാന്, കവിത ചൊല്ലാനും ഒക്കെ പഠിപ്പിച്ചത് ഇവളാണ്. ശരിക്കും ഇതൊരു ഇപ്പൊ പറഞ്ഞത് ഭയങ്കര പ്രചോദനകരമായ ഒരു വാക്കാണ്. കാരണം ഇത്തരം അസുഖങ്ങളുള്ള അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ഉള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ അമ്മമാരുണ്ട്. അവർക്കൊക്കെ ഏറെ പ്രചോദനം നൽകുന്ന വാക്കാണ്. പോസിറ്റീവായി ചിന്തിക്കണം, ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ കഴിവുകളും രക്ഷിതാക്കൾക്കുണ്ടാവും ഒരു കഴിവുകൾ, അതുപോലെ മക്കൾക്കുണ്ടാവും ഭിന്നശേഷിക്കാരായ അവരുടെ കഴിവുകൾ പുറം ലോകത്തേക്ക് എത്തിക്കാം. നമ്മുടെ മകൾ ഇങ്ങനെയാണ്, മകൻ ഇങ്ങനെയാണ് പറഞ്ഞ് അതിൽ മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യം ഞാൻ കാണുന്നില്ല. കാരണം അവർ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ടവരാണ്. അവരെ വീട്ടിന്റെ ഉള്ളില് അടച്ചിടുന്നൊരു ഇതാണ് നമ്മൾ കാണപ്പെടുന്നത്. നമ്മളെ രക്ഷിതാക്കൾക്ക് ഭയങ്കര സങ്കടമാണ് കുട്ടികളെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ. പക്ഷെ ഈ ഉമ്മക്ക് ഒരു സങ്കടവും ഇല്ല, പുറം ലോകം അറിയണം എന്നുള്ളത്. അതെ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അറിഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ ഈ വിമാന കമ്പനികളുടെ പിന്നെ ഓക്സിജൻ കുറവാണ് കുട്ടിക്ക്. ഞങ്ങൾ മൊത്തം ഫാമിലി വരണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവളെ കംപ്ലൈന്റ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. എന്തെങ്കിലും സംഭവിച്ചാല് നമ്മൾ തന്നെ ഉത്തരവാദികള്. അപ്പൊ അവളെ കൊണ്ടുവന്നിട്ടില്ല. ഈ നിമിഷം അവൾ ഉണ്ടാവണം എന്ന് ഞാൻ ഉമ്മ ആഗ്രഹിക്കാണ് ഇവിടെ വന്നപ്പോ. കുഴപ്പമില്ല, അവളുണ്ടാവും, മനസ്സുകൊണ്ട് അവളുണ്ടല്ലോ. അവളെപ്പോഴും ഉമ്മാന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനിങ്ങനെ വീണ്ടും ചോദിക്കുന്നത് വെച്ചാല് മകളാണിതില് ഞാൻ നോക്കുമ്പോ ഓരോ പേജിലും അല്ലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ് ഓരോ കവിതയ്ക്കും ചേർന്നിട്ടുള്ള. അത് ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാല് ചിത്രം വരക്കാനൊക്കെ പറ്റും, പക്ഷെ ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകളാണ്. ചിത്രങ്ങൾ, അതായത് കുട്ടികളെ അവര് വീണ്ടും മറിച്ചു വെക്കാനും അവർക്കിത് വായിക്കാനൊക്കെ തോന്നിക്കുന്ന തരം ചിത്രങ്ങളിലൂടെയാണ്. അതെ, അത് ശരിക്കും അത് കുട്ടികളുടെ ഒരു പുസ്തകമാണ് എന്നുള്ളതിൽ ഒരു സംശയം. അതെ അതെ, അപ്പൊ നിങ്ങള് ഒരു കുടുംബമാണ് ശരിക്കും എത്തിക്കണത്. കുടുംബമാണ് ഇതിൽ പങ്കെടുത്തത്. ഞാൻ എഴുതി, മകള് ചിത്രകാരി, ഏറ്റുവാങ്ങിയത് ഭിന്നശേഷിക്കാരി. അതാണ് ഈ കവിതാ സമാഹാരത്തിന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും കവിതാ സമാഹാരം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സാറൻ പ്രകാശൻ, അത് എന്റെ ഏറ്റവും വലിയ മലയാളം കോപ്പി, അറബിക്കും ഇംഗ്ലീഷാണ് ഇപ്പൊ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് പബ്ലിഷ് ചെറിയമുണ്ട അബ്ദുൾ റസാഖ് മൂല്യ അവതാരിക. അതെനിക്ക് ഏറ്റവും കിട്ടുന്ന ഏറ്റവും വലിയ അവതാരികയാണ് അത്. ശരി ശരി, നന്നായിരുന്നു. എല്ലാരും മൊത്തത്തിൽ വളരെ മനോഹരമാണ്. മലയാളത്തിലുള്ള വരികളാണെങ്കിലും ഇനിയിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലുള്ളതാണ്, ഒക്കെ വളരെ മനോഹരമാണ്. വായിച്ചു നോക്കുമ്പോൾ ഓരോ ചെറിയ വാക്കുകൾ വായിച്ചാൽ പോലും അത്രയും മനോഹരമായിട്ടാണ്. രണ്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റി വിവർത്തനത്തിലേക്ക്. ചെറിയ അതൊരു ചിലപ്പം ഒരു പക്ഷെ റെക്കോർഡൊക്കെ ആയിരിക്കും. ഒത്തിരി ചെറിയ സമയം കൊണ്ട് ഇതിന്റെ അതെ അതെ വളരെ ചെറിയ ഇറങ്ങി ഒരാഴ്ചനെ കൊണ്ട് എന്റെ ഒരു തീരുമാനമാണ് അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും എനിക്കത് വായിക്കണം. അത് പിന്നെ പുറം ലോകം അറിയണം. ഷാർജ പുസ്തകോത്സവത്തിൽ 3 ഭാഷ പങ്കെടുക്കണം എന്നുള്ളത്. ഇതിപ്പോ നമ്മളൊരു കൊച്ചു കേരളത്തിന്റെ ഒരു ഭാഷയിൽ നിന്ന് മാറി ലോകം മുഴുവനുള്ള ഭാഷയിലേക്ക്, GCC-യിലേക്കുള്ള ഭാഷയായിട്ട് അറബിയും ലോകം മുഴുവനുള്ള ഭാഷയായി എത്തപ്പെടുന്നു. അപ്പോ ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും.